വൺസ് അക്കാദമീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കറണ്ട് അഫയേഴ്സ് ഭാഗത്തുനിന്നുള്ള സാഹിത്യ പുരസ്കാരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ ആണ്. 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് NS മാധവൻ ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ 2024 31ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. SK വസന്തൻ 2023 30ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 24 NS മാധവൻ, 23 SK വസന്തൻ. അടുത്തത് വള്ളത്തോൾ പുരസ്കാരമാണ്. വള്ളത്തോൾ പുരസ്കാരം 2019 അവസാനമായിട്ട് വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത്. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് P സക്കറിയയ്ക്കാണ്. P സക്കറിയ 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചു. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. M മുകുന്ദന് 2018 വള്ളത്തോൾ പുരസ്കാരം. 2019 ലഭിച്ചത് P സക്കറിയയ്ക്കും 2018 ലഭിച്ചത് M മുകുന്ദൻ. അടുത്ത ഹരിവരാസനം പുരസ്കാരമാണ്. ഹരിവരാസനം പുരസ്കാരം 2025 അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായി. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണി ദാസിനാണ്. PK വീരമണി ദാസ് 2024 PK വീരമണി ദാസിനാണ് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പി 25 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, 24 PK വീരമണി ദാസ്, 23 ശ്രീകുമാരൻ തമ്പി. അടുത്തത് ഓടക്കുഴൽ പുരസ്കാരമാണ്. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. അപ്പം ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവ് K അരവിന്ദാക്ഷനാണ്. K അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം. അപ്പോൾ 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവ് K അരവിന്ദാക്ഷനാണ്. അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജി ആണ് എന്ന കാവ്യത്തിനാണ്. കവിത മാംസഭോജിയാണ് PN ഗോപികൃഷ്ണൻ. 2023 PN ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ്. 2024 K അരവിന്ദാക്ഷൻ്റെ ഗോപ, 23 PN ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ്. വയലാർ അവാർഡ് 2024 48ാമത് വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിലിനാണ് അദ്ദേഹത്തിൻ്റെ കാട്ടൂർക്കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. 2024 48ാമത് വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ്. കാട്ടൂർക്കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. 2023 47ാമത് അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെണ്ടുലം എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം. 2024 അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർക്കടവ് എന്ന നോവലിനും 2023 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെണ്ടുലം എന്ന ആത്മകഥയ്ക്കുമാണ് പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2024 ലഭിക്കുന്നത് സാറാ ജോസഫിനാണ്. സാറാ ജോസഫിന് 2024 2023 സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് സക്കറിയയ്ക്കാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 24 ലഭിച്ചത് സാറാ ജോസഫിനും 23 സക്കറിയയ്ക്കുമാണ് ലഭിച്ചത്. പത്മപ്രഭ പുരസ്കാരം. പത്മപ്രഭ പുരസ്കാരം 25 ലഭിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ. 25 ആലങ്കോട് ലീലാകൃഷ്ണനാണ് പത്മപ്രഭ പുരസ്കാരം ലഭിക്കുന്നത്. 24 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദിന് 24 റഫീഖ് അഹമ്മദിനും 25 ആലങ്കോട് ലീലാകൃഷ്ണനുമാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 25 ആലങ്കോട് ലീലാകൃഷ്ണൻ, 24 റഫീഖ് അഹമ്മദ് പത്മപ്രഭ പുരസ്കാരം. മുട്ടത്ത് വർക്കി പുരസ്കാരം. മുട്ടത്ത് വർക്കി പുരസ്കാരം അവസാനമായിട്ട് നൽകുന്നത് 2019 2019 മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത് ബെന്യാമിനാണ്. ബെന്യാമിന് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിക്കുന്നത് 2019 2018 മുട്ടത്ത് വർക്കി പുരസ്കാരം
ലഭിച്ചത് KR മീരയ്ക്കാണ്. KR മീരയ്ക്കാണ് മുട്ടത്തുവർക്കി പുരസ്കാരം 2018 ലഭിച്ചത്. 2019 ലഭിച്ചത് ബെന്യാമിൻ, 2018 ലഭിച്ചത് KR മീരയ്ക്കാണ്. KR മീര 2019 ബെന്യാമിൻ, 18 KR മീര. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2024 കവിത ലഭിച്ചത്, മികച്ച കവിതയ്ക്ക് ലഭിച്ചത് മുരിങ്ങ വാഴ കറിവേപ്പ്. അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതയ്ക്കാണ് മികച്ച കവിതയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2024 ലഭിക്കുന്നത്. മികച്ച നോവലിന് ലഭിച്ചത് ആനോ ആണ്, GR ഇന്ദുഗോപൻ്റെ ആനോ. മികച്ച നോവൽ ആനോ, GR ഇന്ദുഗോപൻ്റെ ആനോ. മികച്ച ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ചെറു ജലയാത്ര. ഗരിസപ്പ അരുവി അഥവാ ഒരു ചെറു ജലയാത്ര V ഷിനിലാലിനാണ് ലഭിച്ചത്. ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ചെറു ജലയാത്ര V ഷിനിലാൽ. മികച്ച നാടകം പിത്തളശലഭം ശശിധരൻ നടുവിൽ. പിത്തളശലഭം ശശിധരൻ നടുവിൽ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2024 മികച്ച കവിത മുരിങ്ങ വാഴ കറിവേപ്പ്. അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പിനാണ് മികച്ച കവിത ലഭിച്ചത്. മികച്ച നോവൽ ആനോ, GR ഇന്ദുഗോപൻ്റെ ആനോ ആണ് മികച്ച നോവലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ചെറു ജലയാത്ര V ഷിനിലാലിൻ്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ചെറു ജലയാത്രയ്ക്കാണ് മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നാടകം പിത്തളശലഭം ശശിധരൻ നടുവിലിൻ്റെ പിത്തളശലഭം എന്ന നാടകത്തിനാണ് മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച ആത്മകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഞാൻ എന്ന ഭാവം. ഡോക്ടർ K രാജശേഖരൻ നായരുടെ ഞാൻ എന്ന ഭാവം എന്ന കൃതിക്കാണ് മികച്ച ആത്മകഥയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച ആത്മകഥ ഞാൻ എന്ന ഭാവം, ഡോക്ടർ K രാജശേഖരൻ നായർ. മികച്ച യാത്രാവിവരണം ആരോഹണം ഹിമാലയം KR അജയൻ. ആരോഹണം ഹിമാലയം KR അജയനാണ് മികച്ച യാത്രാവിവരണം. മികച്ച യാത്രാവിവരണം ആരോഹണം ഹിമാലയം KR അജയൻ. KR അജയൻ്റെ ആരോഹണം ഹിമാലയം എന്ന കൃതിക്കാണ് മികച്ച യാത്രാവിവരണത്തിനുള്ള 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. മികച്ച ബാലസാഹിത്യ കൃതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് അമ്മ മണമുള്ള കനിവുകൾ EN ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ ആണ് മികച്ച ബാലസാഹിത്യ കൃതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മികച്ച ആത്മകഥ ഞാൻ എന്ന ഭാവം, ഡോക്ടർ K രാജശേഖരൻ നായർ. യാത്രാവിവരണം ആരോഹണം ഹിമാലയം KR അജയൻ്റെ. ബാലസാഹിത്യം അമ്മ മണമുള്ള കനിവുകൾ EN ഷീജ. 2024 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചത് 4 പേർക്കാണ്. ഈ 4 പേർക്കാണ് ആർക്കൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് KV രാമകൃഷ്ണൻ, ഏഴഞ്ചേരി രാമചന്ദ്രൻ, KM നാരായണൻ, TK ഗംഗാധരൻ. ഈ 4 പേർക്കാണ് 2024 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചത്. KV രാമകൃഷ്ണൻ, ഏഴഞ്ചേരി രാമചന്ദ്രൻ, KM നാരായണൻ, TK ഗംഗാധരൻ. 2024 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് 4 പേർക്കാണ്. ഒന്ന് PKN പണിക്കർ, 2 പയ്യന്നൂർ കുഞ്ഞിരാമൻ, 3 മല്ലിക യൂനിസ്, 4 KEN. അപ്പോൾ 2024 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് 4 പേർക്കാണ്. PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, മല്ലിക യൂനിസ്, KEN എന്നിവർക്കാണ് കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം 2024 ലഭിച്ചത്.